ഹലോ നമസ്കാരം, മിനി റീഡിംഗിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങളോട് ഇപ്പോൾ യൂണിവേഴ്സിന് എന്താണ് പറയാനുള്ളത് നോക്കാം. അപ്പൊ നിങ്ങൾ തമ്മിലത്തെ ആദ്യത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. എന്താണ് യൂണിവേഴ്സ് നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. ക്ലാരിഫൈ ദ പേജ് ഓഫ് സോർഡ്സ്, കിങ് ഓഫ് വീൽസ്, ക്ലാരിഫൈ ദ കിങ് ഓഫ് വീൽസ്, Wheel of Fortune, Ten of Cups, okay, Five of Wheels. Underlying energy 3 of Wheels ആണ്. Emperor energy കാണുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് റിലേഷൻഷിപ്പ്, പിന്നെ നിങ്ങളുടെ ലൈഫ് ഇൻ ജനറൽ ഒക്കെ എല്ലാത്തിനും ബേസ് ചെയ്തിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. നിങ്ങളോട് എന്താ പറയണതെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്റ്റെബിലിറ്റി കടന്നു വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, അതിന് ഒരു മാറ്റം ഡെഫിനറ്റ്ലി ഉണ്ട്. ഓക്കെ, ഒരു ന്യൂ ചാപ്റ്റർ, ഒരു പുതിയ അധ്യായം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. ഈ പറഞ്ഞ ഏരിയകളിൽ, മേഖലകളിൽ സംഭവിക്കുന്നുണ്ട്. കൂടുതൽ മാനസിക സംതൃപ്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ അത് അങ്ങനെ ആ ഒരു മാറ്റം എങ്ങനെ ഉണ്ടാക്കണം, നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, നിങ്ങൾ ഈ ആഗ്രഹിക്കുന്ന മാറ്റം അതിനോട് എങ്ങനെ എനർജറ്റിക്കലി അലൈൻഡ് ആകണം, ആ മാറ്റത്തെ എങ്ങനെ കൊണ്ടുവരണം എന്നതിനെ സംബന്ധിച്ച കൃത്യമായ സൂചനകൾ, കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിങ്ങളത് അറിയണമെങ്കിൽ, നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ, ആ സന്ദേശങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ അത് ആ സന്ദേശം, ആ ഒരു യൂണിവേഴ്സ് തരുന്ന ക്ലൂസ് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം അല്ലെ. അത് പറ്റണമെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ മൊമെന്റിലായിരിക്കുക, പ്രസന്റ് മൊമെന്റിലായിരിക്കുക, ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക. ഈ കഴിഞ്ഞ കാലത്തിലോ വരാനിരിക്കുന്ന കാലത്തിലോ ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്ത് ജീവിച്ചു പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് യൂണിവേഴ്സ് തരുന്ന സയൻസോ കാര്യങ്ങളോ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നിങ്ങളോട് അതാ പറയണത്, ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ സാമ്പത്തികമായി ബന്ധപ്പെട്ട്, കരിയറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ഒരു സ്റ്റെബിലിറ്റി, ഒരു മാനസികമായിട്ടുള്ള സംതൃപ്തി ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ, ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരുപാട് സൗഭാഗ്യങ്ങൾ നിറഞ്ഞൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മൊമെന്റിലായിരിക്കുക. നിങ്ങൾ എവിടെയാണോ ആയിരിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പോയിന്റിലാണോ നിൽക്കുന്നത് ആ മൊമെന്റിലായിരിക്കുക. അപ്പോഴാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്ന, നിങ്ങളിലേക്ക് അയക്കുന്ന സന്ദേശങ്ങൾ, ഓക്കെ, മാർഗനിർദ്ദേശങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കണക്ട് ചെയ്യാനോ തിരിച്ചറിയാനോ അതനുസരിച്ച് ആക്ഷൻ എടുക്കാനും പറ്റുള്ളൂ. അപ്പോഴാണ് ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരിക. അതോടൊപ്പം യൂണിവേഴ്സ് ചില സഹായങ്ങൾ നിങ്ങൾക്ക് അയക്കുന്നുണ്ട്. ചില വ്യക്തികളിലൂടെ ചില സഹായങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ആ സഹായങ്ങൾ തിരിച്ചറിയണമെങ്കിൽ, ഓക്കെ, ഇത് യൂണിവേഴ്സ് എനിക്ക് അയച്ചു തരുന്നതാണ്, ഇത് യൂണിവേഴ്സ് ആണ് എനിക്ക് ഈ വ്യക്തിയിലൂടെ കൊണ്ടുവരുന്നത്, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം, നമ്മൾ പ്രസന്റ് മൊമെന്റിലായിരിക്കണം. അനാവശ്യ ചിന്തകളിൽ നിന്നൊക്കെ മനസ്സിനെ സ്വസ്ഥമാക്കി ഒരു സമാധാനത്തിന്റെ എനർജിയിൽ ഇരിക്കാൻ നമുക്ക് പറ്റണം. അതിനു വേണ്ടി പരിശ്രമിക്കുക. അതാണ് ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ലൈഫ് പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുക, ലൈഫിൽ റുട്ടീൻ കൊണ്ടുവരിക, എക്സസൈസ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ കൂടുതൽ ഈ പ്രസന്റ് മൊമെന്റിലായിരിക്കാൻ നിങ്ങൾക്ക് പറ്റും. അപ്പൊ എല്ലാ ദിവസവും ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. കൃത്യമായിട്ട് അതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുന്നതിലായിരിക്കണം നിങ്ങളുടെ ഫോക്കസ്. അത് ഭംഗിയായി ചെയ്തു തീർക്കുന്നതിലായിരിക്കണം നിങ്ങളുടെ ഫോക്കസ്. അപ്പൊ എന്തുണ്ടാവുന്ന വെച്ചാൽ നിങ്ങൾ ദിവസം മൊത്തം പ്രൊഡക്റ്റീവ് ആയിരിക്കും. പിന്നെ നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് റെസ്റ്റിംഗ് ടൈമാണ്. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പൊ ഒരു ലൈഫിൽ പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുകയും ചെയ്യും. അത് നിങ്ങൾ പ്രസന്റ് മൊമെന്റിൽ കൂടുതൽ അവെയർ ആക്കുന്നതിനും, ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രസന്റ് മൊമെന്റിൽ ആയിരിക്കുന്നതിനും നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ പറയുന്ന ക്ലൂസും യൂണിവേഴ്സ് അയക്കുന്ന മാർഗനിർദ്ദേശങ്ങളും ഒക്കെ തിരിച്ചറിയുന്നതിനും അതൊക്കെ കൃത്യമായി ഉപയോഗിക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിന് ഒരു അടുക്കുചിട്ടയും ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ശരിക്കും 2 ഗുണമാണ് ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ ആയിരിക്കാൻ നിങ്ങളോട് ഇപ്പൊ ആവശ്യപ്പെടുന്നു. അപ്പോഴേ ഈ പറഞ്ഞ ഈ പറയുന്ന ഈ സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കടക്കാൻ പറ്റും. അത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല. അതിന് യൂണിവേഴ്സ് കൃത്യമായി നിങ്ങൾക്ക് സഹായങ്ങളും അയക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവസരങ്ങളും ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത് ഈ പറഞ്ഞ കാര്യം കൊണ്ടാണ്. നിങ്ങൾ പ്രസന്റ് മൊമെന്റിലല്ല ജീവിക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക് യു.
ഹലോ ഗ്രൂപ്പ്, നമസ്കാരം. മിനി റീഡിംഗിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. അപ്പൊ യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. 5 of Pentacles ആണ് നമുക്ക് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത്. ക്ലാരിഫൈ ദ 5 of Pentacles. Clarify the 3 of Wands. Clarify the High Priestess. Clarify the 3 of Swords. ഓക്കെ, അണ്ടർലൈങ് എനർജി ചാരിയറ്റ് ആണ്. അപ്പം അഗെയിൻ ഇവിടെ നമ്മൾ കരിയർ റിലേറ്റഡ് ആയിട്ടാണ് കാണുന്നത്. കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അത്ര സംതൃപ്തിയുള്ള ഒരു സാഹചര്യത്തിലല്ല എന്ന് കാണുന്നു. നിങ്ങൾക്ക് വിചാരിക്കുന്ന ഒരു സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങളുടെ ജോലിയിലൂടെ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലിയിലല്ല, അല്ലെങ്കിൽ ജോലിയുടെ സാഹചര്യത്തിലല്ല നിങ്ങൾ ആയിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അതിൽ ഒരുപാട് ഒരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥ, സഹായമില്ലാത്തൊരവസ്ഥ, അങ്ങനെ ഒരു എനർജിയിലായിരിക്കുന്നു. അങ്ങനത്തെ അനുഭവങ്ങൾ, പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ സ്ട്രഗിൾസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്, കരിയറിലായിക്കോട്ടെ സാമ്പത്തികപരമായിട്ടായിക്കോട്ടെ. അപ്പൊ ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സ് എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്, അത് സാധ്യമായിട്ടുള്ളതാണ്. പക്ഷെ ആ മാറ്റം എങ്ങനെ സംഭവിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ആ മാറ്റത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പുരോഗതിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എക്സ്പാൻഷൻ നിങ്ങളുടെ കരിയറിലേക്ക് കൊണ്ടുവരുന്നതിന് നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറയുന്നു. കാരണം ഇൻറ്റ്യൂറ്റീവ്ലി യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ചില സന്ദേശങ്ങളുണ്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത്. അതിലൂടെയാണ് ഈ ട്രാൻസ്ഫോർമേഷൻ പോസിബിൾ ആവുക. അപ്പൊ നിങ്ങളുടെ എന്താ വെച്ചാൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കാനാ പറയണേ. അവിടെ ഒരു ആത്മവിശ്വാസം വേണം, കോൺഫിഡൻസ് വേണം നിങ്ങളുടെ ആ ഇൻറ്റ്യൂഷന്. അതനുസരിച്ച് യൂണിവേഴ്സിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറയുന്നു. ടേക്ക് ദാറ്റ് ലീപ്പ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ അത് പോസിബിൾ ആണോ, ഇത് ശരിയാണോ, ഇനി എൻ്റെ മനസ്സ് പറയുന്നതാണെങ്കിലോ? നിങ്ങളുടെ ആൻസൈറ്റി ആണ് സംസാരിക്കണമെങ്കിൽ അത് എപ്പോഴും ചോദ്യ രൂപത്തിലായിരിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് ശരിയാണോ, അതിന്റെ മനസ്സ് പറയുന്നതാണെങ്കിലോ, തെറ്റാണെങ്കിലോ? ഇതൊക്കെ നമ്മുടെ ആൻസൈറ്റിയാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഇൻറ്റ്യൂഷൻ ഒരിക്കലും ഒരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഫീലിങ്ങോട് കൂടിയിട്ടല്ല അത് വരിക. അതൊരൊറ്റ സ്റ്റേറ്റ്മെന്റ് ആണ്. വളരെ ഒരു ശാന്തമായിട്ടുള്ള ഒരു സ്മൂത്ത് വോയിസിലാണ് നമ്മളത് കേൾക്കുക. ന്യൂട്രൽ ആയിരിക്കും, പ്രത്യേകിച്ച് ഒരു വികാരം അതിലുണ്ടാവില്ല. നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി കാണുമ്പോൾ ഇത് അപ്ലൈ ചെയ്യാം, ഇങ്ങനെ നിങ്ങൾ വിചാരിച്ചിട്ടല്ലേ ഇത് അപ്ലൈ ചെയ്താലോ എന്നല്ല, അത് നിങ്ങളുടെ വിചാരമാണ്. ഇത് അപ്ലൈ ചെയ്യാം എന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് വന്ന് പോവാണ്. അത് കേൾക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനാണ് പറയുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ട് ഒരു മാറ്റർ ഓഫ് ഫാക്ട് പറയുന്ന പോലെ ഒറ്റ സെന്റൻസ് ആയിട്ട് പറയും, ഫീലിങ്സ് ഒന്നും ഇല്ലാതെ. അതാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ. ആ ഇൻറ്റ്യൂഷനിലേക്ക് കൂടുതൽ ടാപ്പ് ഇൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്ത് വേണം, നിങ്ങളുടെ ലൈഫിൽ എന്തില്ല, ഇപ്പൊ ആ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, സങ്കടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കാതെ എന്നാലും ഇങ്ങനെ സംഭവിച്ചല്ലോ, എന്നാലും ഇങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്തിട്ടാണ്, അങ്ങനെ ചിന്തിച്ചിരുന്നാൽ അതിന് തന്നെ നേരം കാണുള്ളൂ. നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? അതിൽ മാറ്റം, അല്ലെ? ഒരു പുരോഗതി വേണം, എക്സ്പാൻഷൻ വേണം, ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറ്റം വേണം. ഇതാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ ആഗ്രഹത്തിലേക്ക് ഫോക്കസ് ചെയ്യാം. അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ഈ പറഞ്ഞ സിറ്റുവേഷൻ ഇത് മാറും എന്ന് സ്വയം പറഞ്ഞുകൊണ്ടേ ഇരിക്കാം. ഈ സിറ്റുവേഷൻ മാറും, എൻ്റെ കരിയറിൽ ഫൈനാൻഷ്യലി ഞാൻ ആഗ്രഹിക്കുന്ന പ്രോഗ്രസ് എക്സ്പാൻഷൻ എനിക്ക് അനുഭവിക്കും, അത് ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അതിങ്ങനെ അഫേം ചെയ്തുകൊണ്ടേ ഇരിക്കാം. അതോടൊപ്പം തന്നെ ഇതിന് സൊല്യൂഷനിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇതിന് എങ്ങനെ എനിക്ക് പുറത്ത് കടക്കാം, അവിടെയാണ് നിങ്ങളുടെ ശ്രദ്ധ പോകേണ്ടത്. എങ്ങനെ പുറത്ത് കടക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അതെന്നെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻറ്റ്യൂട്ടീവ് മെസ്സേജസ് കൂടുതൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അത് കേൾക്കാനും തിരിച്ചറിയാനും സാധിക്കും. ആ തിരിച്ചറിയുന്ന പക്ഷം നിങ്ങൾ എന്ത് വേണം? കൃത്യമായിട്ട് ആക്ഷൻ എടുക്കണം. കാരണം ഇതൊരു ഡെസ്റ്റിൻഡ് ട്രാൻസ്ഫോർമേഷന്റെ ഒരു ഭാഗമാണ്. നിങ്ങളുടെ കരിയറിൽ സംഭവിക്കേണ്ടതായിട്ടുള്ള ഒരു മാറ്റമുണ്ട്. ഓക്കെ, ഡെസ്റ്റിനിയിലുള്ളതാണ്. അതെങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇത്തിരി നീണ്ടുപോയാലും ഇത്തിരി നേരത്തെ നടന്നാലും ഈ ഒരു ചേഞ്ച് സംഭവിച്ചിരിക്കും. അങ്ങനത്തെ ചില ചേഞ്ചസ്, ചില മാറ്റങ്ങളുണ്ട് ഡെസ്റ്റിൻഡ് ആയിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു മാറ്റം നിങ്ങളുടെ കരിയറിൽ വേണ്ടതാണ്. അത് സംഭവിച്ചേ തീരൂ. അതിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമാണ് ഈ കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുക. ആ മാറ്റം എന്ന് പറയുന്നത് അത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനുമായിട്ട് അലൈൻഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കരിയറിൽ നിങ്ങൾ ആ ഒരു ഡ്രീം റിയാലിറ്റി കൂടി ഉണ്ടല്ലോ. നിങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു ആകർഷണം തോന്നുന്ന റിയാലിറ്റി ഉണ്ട്. കരിയറിൽ ഇങ്ങനെ ആയിരിക്കണം, ഇന്ന പൊസിഷനിലായിരിക്കണം,
പരമായിട്ട് ഞാൻ ഇന്ന ജീവിതമാണ് ഉണ്ടാവേണ്ടത്. അതൊരിക്കലും അത്യാഗ്രഹമല്ല. അത് നിങ്ങൾക്ക് പണ്ട് മുതലേ ചിലപ്പോൾ ഉള്ള ഒരു അത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു കരിയറിനോട് നിങ്ങൾക്ക് പണ്ട് മുതലേ ഒരു അട്രാക്ഷൻ ഉണ്ടായിരിക്കാം. അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതാണ്. മനസ്സിലായോ? നമ്മുടെ ആത്മാവ് നമ്മളെ തിരിച്ചറിയിച്ചു തരികയാണ് ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതാണ്, ഇതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ പോകേണ്ടത് എന്നുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് അപ്പൊ ആ ഒരു മാറ്റം വരണം. അത് സംഭവിച്ചേ തീരൂ. ഓക്കെ, ഈ ജന്മത്തിൽ അത് സംഭവിക്കണം. അതിലേക്ക് എത്തുന്നതിന് വേണ്ടുന്ന അതിന് കാരണങ്ങൾ ഉണ്ടാവണ്ടേ? അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പോഴത്തെ കരിയറിൽ നിങ്ങൾ കംഫർട്ടബിൾ ആയി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഡെസ്റ്റിൻഡ് ചേഞ്ചിലേക്ക് പോകാൻ നിങ്ങൾക്ക് തോന്നില്ല. ഓക്കെ, അതാണ് ഇപ്പോഴത്തെ കരിയറിൽ നിങ്ങൾ ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇതിന് പുറത്ത് കടക്കണം എന്നൊരു തോന്നൽ വരണം. സങ്കടപ്പെട്ടിരിക്കാനും സ്വയം ഒരു വ്യക്തിയുമായിട്ട് കാണാനും എളുപ്പമാണ്. പക്ഷെ അവിടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. ഇതിൽ നിന്ന് ഞാൻ പുറത്ത് കടക്കുന്നതിന്റെ വഴിയിലേക്കാണ് എന്റെ ശ്രദ്ധ ഇനി മുഴുവനും എന്ന് നിങ്ങൾ തീരുമാനിച്ച് അതിനായിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവിടെ നിങ്ങൾ മാറ്റം കൊണ്ടുവരികയാണ്, മാറ്റത്തിന് തുടക്കമിടാണ്. അതാണ് ഇവിടെ വേണ്ടത്. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹം അതൊരു അത്യാഗ്രഹം അല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഡെസ്റ്റിനി ഉള്ളതാണെന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ ഒരു യാത്രയോ ഒക്കെ വേണ്ടി വരും. അപ്പൊ നിങ്ങളിപ്പോ ആയിരിക്കും നിങ്ങളുടെ കംഫർട്ട് സോണിലാണ്, ചിലപ്പോ അത് മാറി പുതിയൊരു സ്ഥലത്തേക്ക് മാറുക. ഓക്കെ, അതിനൊക്കെ ഒരു സാധ്യതയുണ്ട് ജോലിയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ. അതിനൊക്കെ നിങ്ങൾ തയ്യാറായിരിക്കണം. ഇത് പെട്ടെന്നായിരിക്കാം ഈ മാറ്റങ്ങൾ സംഭവിക്കുക, അല്ലെങ്കിൽ ഈ യാത്രയിലൂടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ. ഓക്കെ, പഴയ പല ഓൾഡ് പാറ്റേൺസ്, അതുപോലെ തന്നെ ചില എനർജീസ് നിങ്ങൾ വിട്ടുകളയേണ്ടത്, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോവും. അതിനൊക്കെ നിങ്ങൾ തയ്യാറായിരിക്കണം. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ്സ് എന്താണെങ്കിലും ഫീഡ്ബാക്സ് എന്താണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക്